ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും റിസൾട്ട് ഒക്കെ കിട്ടിയിട്ട് ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോ ഒന്നോ രണ്ടോ സബ്ജക്ട്സിലോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടിയില്ല, നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടോ, അങ്ങനെ എങ്ങാനും മാർക്ക് നിങ്ങളുടെ കുറഞ്ഞു പോയതാണോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് CBSE അത് നമുക്ക് മാർക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, 12th കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏതൊക്കെ ഡേറ്റ്സിലാണ് ഈ പ്രോസസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ 10th പറഞ്ഞുതരാം. പ്രൊസീജിയർ രണ്ടുപേർക്കും സെയിം ആണ്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം വെരിഫിക്കേഷൻ ഓഫ് മാർക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നു മാർക്ക് കുറച്ചും കൂടെ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയാൽ വെരിഫിക്കേഷൻ ഓഫ് മാർക്ക് എന്നുള്ള പ്രോസസ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ അക്കൗണ്ട് വഴിയാണ് നിങ്ങൾക്ക് ഒരു ലോഗിൻ ID പാസ്വേഡ് ഒക്കെ ഉണ്ടായിരിക്കും. ആ അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ഓഫ് മാർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 17th May to 21st May ആണ്. ഇത് ക്ലാസ് 12th കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. 10th ടൈം ഫ്രെയിംസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, 12th കുട്ടികൾക്ക് ബിറ്റ്വീൻ 17th and 21st of May ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഡേറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ലേറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ആദ്യം ചെയ്യുന്നത് വെരിഫിക്കേഷൻ ഓഫ് മാർക്കാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഒരു സബ്ജക്റ്റിന് 500 rupees ആണ് ചാർജ്. ഫീസും ഓൺലൈൻ ആയിട്ടാണ് പേ ചെയ്യേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ കോപ്പി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ബുക്കിന്റെ ഫോട്ടോ കോപ്പി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഓൺലൈൻ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1st June and 2nd June. ഓക്കെ, ബിറ്റ്വീൻ 1st June and 2nd June ആണ് ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വെരിഫിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1st June മുന്നായിട്ട് നിങ്ങൾക്ക് ഒരു ഇന്റിമേഷൻ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പോൾ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്തവർക്ക് ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ആൻസർ ബുക്കിന്റെ ഫോട്ടോ കോപ്പി നമുക്ക് RTI ആക്ട് പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമുക്ക് വെരിഫൈ ചെയ്യാനോ റീവാലുവേഷൻ ചെയ്യാനോ ഉള്ള ഇത് RTI തരുന്നില്ല. RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി ക്ലെയിം ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഈ 3 സ്റ്റെപ്സിലൂടെ തന്നെ പോവാം. മാർക്ക് വെരിഫൈ ചെയ്യാത്തവർക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതർവൈസ് നിങ്ങൾ RTI വഴി അപ്ലൈ ചെയ്യേണ്ടി വരും, RTI ആക്ട് വഴി അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഫോട്ടോ കോപ്പി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ആൻസർ ഞാൻ എഴുതിയത് കറക്റ്റ് ആണ്, പക്ഷെ ഇതിൽ മാർക്ക് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ ഇവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ബിറ്റ്വീൻ 6th June and 7th June ആണ്. ഓക്കെ, വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്തവർക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല. ഫോട്ടോ കോപ്പി എടുക്കാത്തവർക്ക് റീവാലുവേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് മാർക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ 17th and 21st May അകത്ത് തന്നെ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം, റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഇതാണ് ടൈം ഫ്രെയിം ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ക്ലാസ് 10th ടൈം ഫ്രെയിംസ് ഒന്ന് നോക്കാം. വെരിഫിക്കേഷൻ ഓഫ് മാർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളത് ബിറ്റ്വീൻ 20 May and 24th May ആണ്. ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ 4th June and 5th June ആണ്. ആൻഡ് റീവാലുവേഷന് വേണ്ടിയിട്ട് ബിറ്റ്വീൻ 9th June and 10th June ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 10th 12th ഒരേപോലെയാണ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് മാർക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് മാർക്ക് എന്ന് പറയുന്ന കാര്യത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 10th 12th ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാം. ഇനി അതിനു വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിനും 500 rupees ആണ് പേ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സിംഗിൾ അപ്ലിക്കേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാൻഡിഡേറ്റിന് ഒറ്റ അപ്ലിക്കേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യം പോയിട്ട് ഒരു സബ്ജക്ട് മാത്രം അപ്ലൈ ചെയ്തു, പിന്നെ രണ്ടാമത് അപ്ലൈ ചെയ്യാം, മൂന്നാമത് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഒറ്റ അപ്ലിക്കേഷനിൽ തന്നെ ഏതൊക്കെ സബ്ജക്ട്സ് എന്നുള്ളത് ചൂസ് ചെയ്യണം. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് തീരുമാനിച്ചു കഴിയുമ്പോൾ തന്നെ ഏതൊക്കെ സബ്ജക്ട്സ് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്ലൈഡ് നോ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി വിൽ ബി ഗിവൺ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒറ്റ അപ്ലിക്കേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അന്നേരം തന്നെ ഏതൊക്കെ സബ്ജക്ട്സിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളത്. ഓക്കെ, ഇനി മാർക്ക് ഡിക്രീസ് ഈവൻ ബൈ 1 മാർക്ക് ഷാൽ ബി എഫക്റ്റഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിലാണ് ഈ പ്രോസസ്സിന് പോകാൻ പാടുള്ളൂ. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാളും വെരിഫൈ ചെയ്തപ്പോൾ 1 മാർക്ക് കുറവാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ കുറവുള്ള മാർക്കാണ് കിട്ടുക. അതായത് വെരിഫിക്കേഷന് ശേഷം എത്രയാണോ മാർക്ക് വരുന്നത്, അത് കൂടിയ മാർക്കാണെങ്കിലും കുറവ് മാർക്കാണെങ്കിലും അതാണ് പിന്നെ നിങ്ങളുടെ ഫൈനൽ മാർക്കായിട്ട് വരിക. ഓക്കെ, ഇനി വെരിഫിക്കേഷൻ ഓഫ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു CBSEയുടെ
അക്കൗണ്ട് വഴി നിങ്ങളുടെ ഓൺ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം മാർക്കിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇന്റിമേഷൻ, യു വിൽ ബി പേഴ്സണൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടില്ല. നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ മാർക്കിൽ വ്യത്യാസമുണ്ട്, ദാറ്റ് മാർക്സ് ഹാവ് ബീൻ ചേഞ്ച്ഡ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യം കിട്ടും. അതിനുശേഷം ചേഞ്ച് ആയതിനു ശേഷം പിന്നെ റിസൾട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ആക്ച്വൽ മാർക്ക്, അത് ഇൻക്രീസ്ഡ് മാർക്ക് ആയിരിക്കാം ഡിക്രീസ്ഡ് മാർക്ക് ആയിരിക്കാം, അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വെരിഫിക്കേഷൻ ഓഫ് മാർക്കിന് അപ്ലൈ ചെയ്തവർക്ക് മാത്രമാണ് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ RTI ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ വെരിഫിക്കേഷൻ ഓഫ് മാർക്ക് അപ്ലൈ ചെയ്യാത്തവർക്ക് ഫോട്ടോ കോപ്പി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണ്, ഇത്രയല്ല എനിക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് വെക്കുക. വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഫോട്ടോ കോപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വെരിഫിക്കേഷന് വേണ്ടിയിട്ട് 500 rupees ആണ് ഫീസ് പറഞ്ഞിരിക്കുന്നത്, ഫോർ ബോത്ത് 12th ആസ് വെൽ ആസ് ഫോർ 10th. ഓക്കെ, അടുത്തതാണ് അപ്ലിക്കേഷൻ ഫോർ ഒബ്റ്റൈനിങ് ഫോട്ടോ കോപ്പി. ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന് ഓരോ സബ്ജക്റ്റിനും ക്ലാസ് 10th-ന് 500 rupees നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലാസ് 10th-ന് 500 rupees ആണ് ഫീസ് വരുന്നത് ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയം ക്ലാസ് 12th-നാണെങ്കിൽ 700 rupees ആണ്. അതായത് ഒരു സബ്ജക്റ്റിന് 700 rupees ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഗോ ത്രൂ ചെയ്യാം. ഈ ആൻസർ ബുക്കിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗോ ത്രൂ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുവാണ് ഇത് ചലഞ്ച് ചെയ്യണം, അതായത് ഈ മാർക്ക് ഇട്ടിരിക്കുന്നത് കറക്റ്റ് അല്ല, ശരിയായ മാർക്ക് ആൻസേഴ്സിന് കറക്റ്റ് മാർക്ക് തന്നിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള റീ ഇവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. റീ ഇവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് ഓരോ ആൻസേഴ്സിനാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു ഈ ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ 700 പെർ സബ്ജക്റ്റ് ആണ് നമ്മൾ ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് 12th-കാർ എടുക്കുന്നത്. 10th-കാർക്കാണെങ്കിൽ 500 പെർ സബ്ജക്റ്റ് ആണ്. ഇനി റീ ഇവാലുവേഷന്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ട് ഏത് ആൻസർ ആണോ നിങ്ങളുടേത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ആൻസറിനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്, ആ ക്വസ്റ്റിന്റെ ആൻസറിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റീചെക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 100 rupees ആണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് തോന്നുവാണ് 4-5 questions റീചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടത്. അത് 12th-നും 10th-നും 100 rupees തന്നെയാണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ ഇതാണ് 3 പ്രൊസീജിയേഴ്സ് വരുന്നത്. ഇതിനു ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റിവൈസ്ഡ് ആയിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഡിക്രീസ് ഓർ ഇൻക്രീസ്. ഡിക്രീസ് ഈവൻ 1 mark ഷാൽ ബി എഫക്റ്റഡ് എന്ന് പ്രത്യേകം പറയാൻ കാരണം നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് പോകേണ്ടതുള്ളൂ എന്നാണ്. പക്ഷേ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോകാം. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് ഇയർ എന്റെ ഒരു സ്റ്റുഡന്റിന് ഇംഗ്ലീഷിൽ 16 മാർക്കാണ് എക്സ്ട്രാ കിട്ടിയത്. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ 5 മാർക്ക് എക്സ്ട്രാ കിട്ടി. അങ്ങനെ ടോട്ടലി ആ കുട്ടിക്ക് മാത്രം 21 മാർക്കാണ് ഈ റീവാലുവേഷന് ശേഷം, റീവാലുവേഷൻ അല്ല വെരിഫിക്കേഷനിൽ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് കിട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടില്ല എന്നൊന്നും നിങ്ങൾക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് റിവൈസ്ഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പൊ പഴയത് കിട്ടുന്ന മാർക്ക് ലിസ്റ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ഒറിജിനൽ CBSEക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അവര് റിവൈസ്ഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് നമുക്ക് അയച്ചു തരുവാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് വെരിഫിക്കേഷനും റീവാലുവേഷനും ഒക്കെ ഉള്ള പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുക. അത്രയും കോൺഫിഡൻസ് ഉള്ള സബ്ജക്ട്സിന് അപ്ലൈ ചെയ്യുക. ഡിക്രീസ് ആവുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റിന് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം വെരിഫിക്കേഷൻ, പിന്നെ ആൻസർ പേപ്പർ എടുക്കണം, പിന്നെ റീവാലുവേഷൻ. അല്ലാതെ റീവാലുവേഷൻ മാത്രം കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ പറ്റില്ല. ആദ്യത്തെ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് 3rd സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ വൈസ് ആയിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഹോപ്പ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.